നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ മുഹൂർത്തത്തെ കുറിച്ചാണ്. അതായത് ഏപ്രിൽ 14 മേടരവി സംക്രമം നടക്കുകയാണ്. നമ്മൾ മലയാളികളുടെ സ്വന്തം വിഷുദിനം. ഇത്തവണത്തെ വിഷു വെറും ഒരു പുതുവർഷ പിറവി മാത്രമായിട്ട് കാണാൻ സാധിക്കുകയില്ല. ശനി, രാഹു, വ്യാഴം എന്നീ 3 വലിയ ഗ്രഹങ്ങളുടെ അനുകൂലമായ ഒരു സ്ഥാന മാറ്റം കൂടിയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാനമാറ്റം നിമിത്തം 10ഓളം നക്ഷത്രക്കാർക്ക് ജീവിതം തന്നെ മാറിമറിയാൻ പോകുന്ന സമയമാണ്. കൂടാതെ സാക്ഷാൽ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൂടി ഇവർക്ക് വന്നു ചേരുന്നുണ്ട്. അതായത് വിഷ്ണുവിന്റെയും ശിവന്റെയും ചൈതന്യം ഒരേപോലെ ഈ 10 നക്ഷത്രക്കാർക്ക് തുണയായിട്ട് വന്നു ചേരുന്ന സമയം. അപ്പോൾ ആരൊക്കെയാണ് ആ 10 ഭാഗ്യശാലി നക്ഷത്രക്കാർ? എന്തൊക്കെ ഫലങ്ങളാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്? എന്തൊക്കെ ചെയ്താലാണ് ഇരട്ടി ഫലങ്ങൾ വന്നു ചേരുക എന്നത് നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഈ മേടരവി സംക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്ന് വിശദമാക്കാം. സൂര്യൻ മീനത്തിൽ നിന്നും മേടം രാശിയിലേക്ക് കടക്കുന്ന ആ ഒരു സമയമാണ്. അപ്പോൾ സൂര്യൻ ഉച്ച സ്ഥാനത്തേക്കായിരിക്കും ഈ ഒരു സമയം വന്നു ചേരുന്നത്. അതായത് ഒരു രാജാവ് തന്റെ സിംഹാസനത്തിലേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ ആ ഇരിപ്പിടത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെ. അപ്പോൾ ഇത്തവണ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ വിഷുദിനത്തിൽ തന്നെയാണ് സംക്രമം നടക്കുന്നത്. അപ്പോൾ ഇരട്ടി ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. അയ്യപ്പസ്വാമിയുടെ ചൈതന്യം ഭൂമിയിലേക്ക് വന്നു ചേരും. കൂടാതെ ഗുരു, വ്യാഴം അനുകൂലമാകുന്നുണ്ട്. അത് നിമിത്തം ധനം, വിദ്യ, മംഗളകർമ്മങ്ങൾ ഇവയൊക്കെ എല്ലാം വ്യാഴത്തിന്റെ ബലം നിമിത്തം ഉണ്ടാകുന്നതാണ്. ശനി അനുകൂലമാകുന്നുണ്ട്. അത് കർമ്മഫലം കൃത്യമായി കിട്ടുന്നത് കഷ്ടപ്പെട്ട ആളുകൾക്ക് ആ കഷ്ടപ്പാടിന്റെ അനുകൂല ഫലങ്ങൾ വന്നു ചേരുന്നതിനും സഹായിക്കും. പിന്നെ രാഹുവിന്റെ ഒരു ആനുകൂല്യം കൂടി ഉണ്ടാകുന്നത് വിദേശ യോഗത്തിനും അപ്രതീക്ഷ നേട്ടങ്ങൾ, അതേപോലെ ടെക്നോളജി രംഗത്തെ വളർച്ച എന്നിവയ്ക്കൊക്കെയും സഹായകം ആകുന്നുണ്ട്. അപ്പോൾ ഈ 5 മാറ്റങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ചില നക്ഷത്രക്കാരുടെ ജാതകത്തിലെ തടസ്സങ്ങളും പോലും മാറി അവിടെ ഭാഗ്യത്തിൻ്റെതായ ഒരു വാതിൽ തുറക്കപ്പെടുന്നത്. അങ്ങനെയുള്ള നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുന്ന കാലമാണ്. നടക്കാതെ പോയ കാര്യങ്ങൾ, നടക്കാതെ പോയ സർക്കാർ ജോലികൾ, ശ്രമങ്ങൾ നടത്തിയിട്ടും കിട്ടാതെ പോയ കാര്യങ്ങൾ വരെ ഈ ഒരു സമയം മുതൽ തീർപ്പാക്കുന്നതാണ്. നിങ്ങളുടെ നീങ്ങില്ല എന്ന് കരുതിയ ഫയലുകൾ പോലും ദ്രുതഗതിയിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ശരിയായി കിട്ടും. പിതാവുമായോ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹാരമാവോ, സ്വത്തൊക്കെ കയ്യിൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുക വേണം. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഭഗവാൻ സൂര്യന് കൈക്കുമ്പിളിൽ ജലമെടുത്ത് അർഘ്യം സമർപ്പിക്കുന്നത് ഏറ്റവും അധികം ഉത്തമമായിരിക്കും. ഇനി രണ്ടാമത്തത് ഭരണി നക്ഷത്രമാണ്. സാമ്പത്തികമായിട്ട് വലിയൊരു മാറ്റമൊക്കെ വന്നു ചേരും. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല സമയമാണ്. കുടുംബത്തിൽ കല്യാണം വൈകി നിൽക്കുന്ന, അതായത് വിവാഹം വൈകി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹപ്രായമായി നിൽക്കുന്നവർക്കൊക്കെ ഉത്തമ വിവാഹ ആലോചനകളൊക്കെ വരും. മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കാണും. പുതിയ ഒരു വാഹന യോഗമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ മുല്ലപ്പൂ കൊണ്ടൊരു ഹാരം സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇത് ധനവരവിനും ഭാഗ്യവർദ്ധനവിനും ഒക്കെ സഹായകമാകുന്നതാണ്. ഇനി രോഹിണി നക്ഷത്രമാണ് മൂന്നാമത്. ജോലിയിൽ നിങ്ങൾ കാത്തിരുന്നതായ അംഗീകാരം അല്ലെങ്കിൽ മറ്റുള്ളവരാലുള്ള പുകഴ്ത്തൽ, പ്രൊമോഷൻ, ശമ്പള വർധനവ് ഇതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ നാട്ടിലേക്ക് എത്താനും കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ച് വീണ്ടും സന്തോഷത്തോടെ മടങ്ങാനൊക്കെയുള്ള ഭാഗ്യം വന്നു ചേരും. വിദേശത്തേക്ക് പോകാൻ കാത്തു നിൽക്കുന്നവരാണെങ്കിലും അവർക്ക് അതിനുള്ള ഭാഗ്യവും യോഗവും കാണുന്നുണ്ട്. കടബാധ്യതകൾ ഏറെക്കുറെ തന്നെ തീർക്കാൻ ഒരു വർഷത്തിനുള്ളിൽ തന്നെ സാധ്യമാകുന്നതാണ്. നിങ്ങൾ തിങ്കളാഴ്ച ദിവസം വെള്ള വസ്ത്രം ധരിച്ച് പ്രധാന കാര്യങ്ങൾക്ക് പോകുന്നത് ഉത്തമമാണ്. വെള്ള പൂർണ്ണമായിട്ടും വെള്ള എന്നല്ല, വസ്ത്രത്തിൽ വെള്ള നിറം കൂടി കലർന്നതാണെങ്കിൽ ഉത്തമമായിരിക്കും. കൂടാതെ ശിവക്ഷേത്രത്തിൽ ക്ഷീരധാര നടത്തുന്നത്, അതായത് പാല് കൊണ്ട് അഭിഷേകം നടത്തുന്നതും സർവകാര്യ സിദ്ധിക്കും. അതേപോലെ തന്നെ ശരീരത്തിലുള്ള ആദിവ്യാധികളൊക്കെ മാറുന്നതിനും ഏറെ സഹായകമാകുന്നതാണ്. അടുത്ത നാലാമത് പുണർന്ന നക്ഷത്രമാണ്. വീട് അല്ലെങ്കിൽ അല്പം ഭൂമി, ഈ ഒരു സ്വപ്നങ്ങൾ മനസ്സിലുള്ളവർക്ക് അതിനൊക്കെ പറ്റിയ സമയമാണ്. ലോൺ സാങ്ഷൻ ആകുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിൽ, അത് വിദേശത്തായാലും അല്ലെങ്കിൽ സ്വദേശത്തായാലും ഉപരിപഠനത്തിനൊക്കെയുള്ള സാധ്യത വന്നു ചേരും. വർഷങ്ങളായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ശമനം വന്നു ചേരും. അപ്പോൾ ചെയ്യേണ്ടത് ദൈവികമായ ഒരു പരിഹാരം, വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് തെളിയിക്കുക എന്നതാണ്. ഇനി 5ാമത്തെ നക്ഷത്രം മകമാണ്.
രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്നവർ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം സുവർണ കാലമാണ്. ജനപിന്തുണയുണ്ടാകും. നിങ്ങളുടെ അതായത് കലകൾ പ്രാവർത്തികമാക്കുമ്പോൾ കലാകാരന്മാർക്ക് അത് കാണാൻ കാണികൾ വേണം. അവരുടെ അപ്രീസിയേഷൻ ഒക്കെ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് കലകൾ കൊണ്ട് ശോഭിക്കാൻ സാധിക്കുക. അതിനൊക്കെയുള്ള അവസരം ഉണ്ടാവും. പുതിയ സ്ഥാനമാനങ്ങളൊക്കെ തേടിയെത്തും. ശത്രുക്കൾ ഒരുപാടുണ്ട്, അതൊക്കെ സ്വയമേവ മാറുന്നതാണ്. കേസ്, വഴക്ക്, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ അതൊക്കെ മാറും. ഇവിടെ എടുത്തു പറയേണ്ടത് അപ്രതീക്ഷിത ഭാഗ്യമാണ്. അതായത് ലോട്ടറി ഭാഗ്യം കാത്തിരിക്കുന്നുണ്ട്. ധനലാഭവും നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ നിങ്ങളും ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുക, ആദിത്യ ഹൃദയം ജപിക്കുക. കൂടാതെ ഞായറാഴ്ച വ്രതം എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇനി അടുത്തത് ഉത്രം നക്ഷത്രമാണ്. വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ സന്തോഷ വാർത്തകൾ വന്നു ചേരും. നല്ല ആലോചന, അനുകൂലമായ ആലോചന ഉറപ്പായും വന്നു ചേരും. അത് മനസ്സിനിണങ്ങിയ പ്രണയിക്കുന്നവരാണെങ്കിൽ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ വീട്ടുകാർ തടസ്സങ്ങൾ മാറി രമ്യതയിലാകുന്നതാണ്. ജോലി സ്ഥലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സഹപ്രവർത്തകരുമായോ മേലുദ്യോഗസ്ഥരുമായോ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് രമ്യതയിലാക്കാനായി സാധിക്കും. കലാകാരന്മാർക്ക്, അതേപോലെ എഴുത്തുകാർക്ക് അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ദേവീക്ഷേത്ര ദർശനം നടത്തുക. ദേവീക്ഷേത്ര ദർശനം നടത്തിയാൽ പോരാ, നാരങ്ങാ വിളക്ക് ഒക്കെ കത്തിക്കുക, തെളിയിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഐശ്വര്യം വർധനവിനും ശ്രേയസ്, അതായത് പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിപ്പിച്ച് നിങ്ങളിലേക്ക് ഐശ്വര്യമായി വന്നു ചേരുന്നതിനെ സഹായിക്കും. ഇനി ചിത്തിര നക്ഷത്രമാണ് അടുത്തത്. വിദേശത്ത് നിന്ന് ജോലിയുടെ ഓഫറൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ്, നാട്ടിലേക്ക് പോരാ എന്ന് വിചാരിക്കുന്നവർ എടുത്തു ചാടി തീരുമാനങ്ങളൊന്നും എടുക്കേണ്ട, നല്ല സമയമാണ്, അവിടെ നിൽക്കുക. ഇപ്പോൾ വിദേശ യോഗമൊക്കെ നല്ല രീതിയിലുണ്ട്. അപ്പോൾ വിദേശത്ത് നിന്ന് തന്നെ ധനം സമ്പാദിക്കാൻ ഭാഗ്യം കാണും. സാമ്പത്തിക ഞെരുക്കമൊക്കെ പൂർണ്ണമായി മാറി വരുമാന വർധനവ് വരും. മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ, മക്കളുടെ നേട്ടം കണ്ട് സന്തോഷിക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകും. ശനിയാഴ്ച ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഒരു വെറ്റില മാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി വിശാഖം നക്ഷത്രമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റിയ സമയമാണ്. 14-ാം തീയതി മുതൽ തുടങ്ങുന്നത്. വലിയ വിജയത്തിൽ തന്നെ എത്തും. പങ്കാളിത്ത ബിസിനസ് ഒക്കെ പാർട്ണർഷിപ്പിൽ ചെയ്യുന്നവർക്കും വലിയ ലാഭമൊക്കെ ഉണ്ടാകും. കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട അനുകൂല വിധി വന്നു ചേരും. അതിപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളോ, അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കേസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഏതായാലും നിങ്ങൾക്ക് രമ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൽ കിഴക്കോട്ട് ദർശനമായി അയ്യപ്പസ്വാമിയുടെ ഒരു ചിത്രം വെച്ച് ദിവസവും വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ ബിസിനസ് അടിക്കടി ഉയർച്ചയിലേക്ക് എത്തുന്നതിന് സഹായകമാകുന്നതാണ്. അടുത്ത നക്ഷത്രം മൂലമാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന വീടുപണി, അല്ലെങ്കിൽ വർഷങ്ങളായി ഒരു നീക്കുപോക്കും ഇല്ലാതെ നിൽക്കുന്ന കല്യാണ ആലോചന, ഇതെല്ലാം ഒരു ചുരുങ്ങിയ കാലയളവിൽ തന്നെ പെട്ടെന്ന് ശരിയാകുന്ന സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച അവസരം വന്നു ചേരും. പഴയ സുഹൃത്തുക്കൾ വഴിയോ, അല്ലെങ്കിൽ പുതിയ ചില സുഹൃത്തുക്കൾ വഴിയോ ജോലിക്കുള്ള ഓഫറുകളും സഹായങ്ങളും വന്നു ചേരും. നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം അടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇനി അടുത്ത 10-ാമത്തെ നക്ഷത്രം ഉത്രാടമാണ്. കഠിനാധ്വാനികളാണ് നിങ്ങൾ. അതിനുള്ള ഫലം തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. അംഗീകാരങ്ങൾ വന്നു ചേരുന്നതാണ്, ധനം വന്നു ചേരുന്നതാണ്. പുതിയ വീടോ വാഹനമോ ഒക്കെ വാങ്ങാനുള്ള ആഗ്രഹം കൂടി ഈ വിഷുക്കാലം നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ്. ശനിയാഴ്ച രാവിലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. ശരീശ്വരന് എള്ളുവിളക്ക്, എള്ളുതിരി കത്തിക്കുന്നതൊക്കെ ശോഭനമായ ഒരു ഭാവി നിങ്ങൾക്ക് വന്നു ചേരുന്നതിന് സഹായിക്കും. അപ്പോൾ ഈ 10 നക്ഷത്രക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ വിഷുദിനത്തിൽ ചെയ്യാവുന്നതായ ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാം. കണി കാണുന്ന വേളയിൽ അയ്യപ്പസ്വാമിയുടെ ചിത്രം കൂടി കണിയിൽ വെക്കാനും, അതായത് ശിവനും വിഷ്ണുവും ചേർന്ന ഹരിഹരസുത പുത്രനാണ്. അപ്പോൾ ആ ഒരു അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി ഒരു വർഷക്കാലം നിലനിൽക്കുന്നതിന് അത് സഹായിക്കും. അതേപോലെ തന്നെ കൈനീട്ടമൊക്കെ വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധയോട് വാങ്ങിക്കുക. ആ കൈനീട്ടം സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതൊരു കാര്യത്തിനും എടുക്കരുത്. കൂടാതെ വൈകുന്നേരങ്ങളിലും രാവിലെയും ഒക്കെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമയമില്ല എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കരുത്. അമ്മയാകട്ടെ അച്ഛനാകട്ടെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുമ്പോൾ നിങ്ങൾ കൂടി പോയി നിന്ന് പ്രാർത്ഥിക്കുക. പ്രധാന കാര്യങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഭസ്മമാകട്ടെ അല്ലെങ്കിൽ സിന്ദൂരമാകട്ടെ പൂജാമുറിയിൽ നിന്നെടുത്ത് അല്പം നെറ്റിയിൽ അണിഞ്ഞിട്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കുക. അത് എല്ലാവിധ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അപ്പോൾ ഭാഗ്യം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഹങ്കാരം കാട്ടരുത്. നേട്ടത്തിന്റെ ഒരു ചെറിയ ഭാഗം അർഹിക്കുന്ന ആളുകൾക്ക് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാനും ക്ഷേത്രത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ ശ്രമിക്കണം. സന്തോഷമായ കാര്യങ്ങളെ മാത്രം മനസ്സിൽ നിറയ്ക്കുക. ദുഃഖകരമായ കാര്യങ്ങൾ ഇന്നലെ സംഭവിച്ചു, അതിനെയൊക്കെ അങ്ങ് മറന്നേക്കുക. അത് വീണ്ടും മനസ്സിലിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാരം മനസ്സിനും ഉണ്ടാകും, ശരീരത്തിനും ഉണ്ടാകും. അത് നമ്മുടെ ഭാഗ്യത്തിന് തടസ്സമായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 14-ാം തീയതി മുതൽ കാത്തിരുന്ന ഭാഗ്യ സമയമാണ് വന്നു ചേരുന്നത്.
ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മുതൽ ഉറങ്ങുന്ന വേളകളിൽ വരെ എപ്പോഴൊക്കെ ദൈവത്തെ പ്രാർത്ഥിക്കാൻ പറ്റുമോ ആ സമയങ്ങളിലൊക്കെ ദൈവത്തെ പ്രാർത്ഥിക്കുക. കണ്ണിൽ തട്ടാനുള്ളത് പുരികത്ത് തട്ടിപ്പോവും. വിഷമങ്ങളിൽ പോലും ഭഗവാന്റെ കൈത്താങ്ങ് ഏവർക്കും ഉണ്ടാകും. അപ്പോൾ ഈ വിഷുക്കാലം ഏവർക്കും ഭാഗ്യത്തിന്റെയും നേട്ടത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു അധ്യായവുമായി വരുന്നതുവരെ നന്ദി,